പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മേതൊരു ചെറിയൊരു പിണക്കത്തിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മ ഒരു എന്താന്ന് പറയണ്ട് ഒരു ഫംഗ്ഷന് പോവാനുണ്ട് എന്നല്ലേ. അപ്പൊ ഇന്ന് രാവിലെ അമ്മമ്മ പോയി. അതിന്റെ ദേഷ്യം. അതെ, ഇവള് ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ അമ്മമ്മ പോയല്ലേ. അതെ, അമ്മമ്മ ഓടിപ്പോയത്. അപ്പൊ എപ്പ വരുവാന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇപ്പൊ എത്തും അമ്മമ്മ കേട്ടാ ഭക്ഷണം കഴിക്കാനാകുമ്പോഴത്തേക്ക്. ആ പിണക്കത്തിലെ ഇല്ലത് ആ അമ്മമ്മേനെ ചോദിച്ചില്ല ഇതാണ് പിണക്ക ഇല്ലത്. പക്ഷെ നല്ല സുന്ദരി കുട്ടിയായില്ലേ ഇന്ന്? നോക്കിയേ, സുന്ദരി നോക്കിയേ, നല്ല സുന്ദരിയായി. അതെ, അമ്മാമേനെ നമ്മളെ ഓണത്തിന്റെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം റെഡി ആയല്ലേ. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, അമ്മയുടെ സ്പെഷ്യൽ മട്ടൻ കറി. ഇന്ന് സദ്യ അല്ല, കാരണം സദ്യ നമ്മൾ അധികം കഴിക്കുന്നതായതുകൊണ്ട് സദ്യ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയില്ല. സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ എല്ലാരും നല്ലോണം കഴിക്കുന്ന ആളല്ല. എല്ലാരും കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോ സദ്യ ആക്കി കഴിഞ്ഞ് കുറെ കറിയാക്കി കഴിഞ്ഞാലും നമ്മൾ ഒരു ദിവസം കൂട്ടി പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നല്ല അങ്ങനെ തീരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ പിള്ളേർ ഒട്ട് കഴിക്കുകയും ചെയ്യില്ല. ഇവിടെ ഓണത്തിന് സദ്യയാണ് എല്ലാം പറയല്. ചോറും കറി, സാമ്പാറ്, കറി, അവിയല്, പച്ചടി, നാരങ്ങ വറവ്, പ്രഥമൻ. ഈടിപ്പം ചെലവാകുന്ന സാധനം നെയ്ച്ചോറും ഒന്നിക്ക് ചിക്കൻ കറി. അപ്പൊ നമ്മള് ചിക്കനിൽ മാറ്റിയിട്ട് ഇന്ന് മട്ടൻ മേടിച്ചു. അതെ, അമ്മമ്മേനെ കൊണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ മട്ടനും മേടിച്ചിട്ട് വന്നത്. സാധാരണ മട്ടൻ വെക്കയില്ല അല്ല, മട്ടൻ അങ്ങനെ വെക്കയില്ല, ചിക്കൻ തന്നെയാണ് ആക്കല്. അപ്പൊ ഇന്ന് കിട്ടിയോണ്ട് അത് വെച്ചു. പിന്നെ ഒരു കച്ചമ്പറുമായി, പണി വേഗം തീർന്നു. പായസത്തിന്റെ പരിപാടി നോക്കണത്രേ. സമാധാനത്തിലാക്കിട്ട് നിന്നു. അതെ, ഇന്നലെയാണ് ശരിക്കും ഓണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായതല്ലേ. അപ്പൊ നമ്മളെന്നെ എടുക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അന്ന് നമ്മളെല്ലാരും സെറ്റ് സാരിയും മുണ്ടെല്ലാം എടുത്തിട്ടുണ്ടായിനി. ഇന്നിപ്പോ ഒരു പൂക്കളത്തിന്റെ ഫോട്ടോ കൂടി എടുത്തോണ്ട് ഇവര് പൂവെല്ലാം ഇട്ടനെ. മണിക്കൂട്ടൻ വരച്ച് അതാടെ കിട്ടിയ പൂ വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു പൂക്കളാക്കിയിട്ടുണ്ട്. അതെ, മണിക്കൂട്ടിന്റെ ഡിസൈൻ. അപ്പൊ അതിനൊരു ചെറിയൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് ഞാനിതാ ഇപ്പൊ സാരിയിലുണ്ട്. ഇനിയിപ്പൊ ഇത് വേഗം ഒന്ന് അയച്ചിട്ട് വേണം നമ്മളെ മാക്സിയിലോട്ട് വരാൻ വേണ്ടിട്ട്. എന്നിട്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കാന്നല്ലേ. മണിക്കുട്ടിന്റെ പൂക്കളെല്ലാം കാണിച്ചു കൊടുക്കറാ. മേതൂട്ടിന്റെ മണിക്കുട്ടിന്റെ പൂക്കളെല്ലാം മേതൂട്ടിന്റെ ചുടി അങ്ങനെയൊന്നും മാറില്ല, കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇന്നലെ ഇന്നോള് മൊത്തത്തില് ചൊടിയായിരിക്കേ. ഇന്ന് മൊത്തത്തിൽ ചൊടിയാന്നാ പറഞ്ഞേ. പക്ഷെ ഇന്നലെ പൂക്കൾ ഇടുമ്പോ ഡിസൈനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത മേതൂട്ടിയാണ്. പൂക്കള് പിന്നെ കൊറേ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടല്ലേ. കൊറേ കളറൊന്നും കിട്ടിയില്ല. ആകെ 3 കളറ്, മഞ്ഞയും ചുവപ്പും പിന്നെ ഏതോ ഓറഞ്ചും അല്ലമ്മേ. 3 കളറ് പൂ കിട്ടീന്. അപ്പൊ 3 കളറ് പൂ വെച്ചിട്ട് ഇവരിങ്ങനെ ആടിയിട്ട് ലൈറ്റ് ഒന്ന് ഇട്ടു. അത് രാത്രി ആയി. നേരത്തെ പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല, രാത്രി ആയി വരുമ്പോ. നല്ല പൈസ ഉണ്ട്. സത്യം പറഞ്ഞാലും പൈസന്റെ വെച്ചിട്ട് നമ്മള് കുറച്ചല്ലേ കളറ് ശരിക്കും അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഒരു 4 കളറല്ലേ ഉണ്ടായിട്ടുള്ളൂ, കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കൊല്ലം ഇടുമ്പോ പൂ കൊണ്ടിട്ട് വെക്കണം എന്നല്ലേ ആഗ്രഹം ഉണ്ട്. അമ്മ ഇന്നലെ പറഞ്ഞു അടുത്ത കൊല്ലം ഇടുന്നൊക്കെ പൂ കൊണ്ടിട്ട്. അമ്മ പറഞ്ഞു ഇതാ നല്ലത്, കുറച്ച് അത്ര കൊണ്ടുവന്നിട്ട് മതി. ആക്കാൻ നമുക്ക് ഇടുന്ന ആവുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ലതാണ്. അപ്പൊ നമുക്ക് ഏതായാലും പൂക്കളം കാണാട്ടോ. അപ്പൊ ഇതാണ് മേതൂട്ടി മണിക്കൂട്ടിനിട്ട പൂക്കളം. മണിക്കൂട്ടിന്റെ ഡിസൈൻ ആണ്. മേതൂട്ടി നീ സഹായിച്ചാ കേട്ടന? അമ്മയുണ്ടായില്ല. അപ്പൊ നമ്മ കിച്ചണിലേക്ക് പോയിന്ന് പായസം ഇത് സ്പെഷ്യൽ ഒന്നല്ല, സത്യം പറഞ്ഞ ഇത് പായസം മിക്സ് ആണ്. നമ്മള് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയതാണ് ഒരു പാക്കറ്റ് പായസം മിക്സ് അല്ലേ. സാധാരണ ഇപ്പൊന്ന് വെച്ചാൽ ഇവിടെ ആർക്കും മധുരം വേണ്ടാത്തത് കൊണ്ട് പായസം നമ്മൾ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് പഞ്ചസാര ഒഴിവാക്കിയത് കാരണം. അതുകൊണ്ട് ഏതായാലും ഈ ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനെ ആടെ വെച്ച് കഴിഞ്ഞാൽ വെച്ചെടുത്തേ ആയിരിക്കും. ഇന്ന് പായസം വെച്ചാൽ വെച്ചൊന്നേ ഇല്ലു. അതുകൊണ്ട് ഏതായാലും ഈ മിക്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ മതി ചെയ്യാം. പിന്നെ ഓള് പറഞ്ഞു ഏതായാലും ഇത് മാറ്റണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതാകുമ്പോന്ന് വെച്ചാൽ ഇത് പാല് തിളക്കും, ഇതെടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പായസം റെഡി. പിന്നെ വറുത്ത് വിടുക, പഞ്ചസാര വരെ ഇതിലുണ്ട്.
മധുരം വേണമെങ്കിൽ മാത്രമേ ഇടണ്ട. എല്ലാം ഇതുണ്ട്, മിക്സ് അല്ലേ, എല്ലാം ഉണ്ട് ഇതില്. പഞ്ചസാര ഇവിടെ ഉണ്ടാവോ? എല്ലാം ഉണ്ടാവും. മധുരം വേണമെങ്കിൽ നമുക്ക് ഇടാന്നായിരിക്കും. ബാക്കി എല്ലാം ഉണ്ട്, ഏലക്കായും എല്ലാം കൂടി ആയിട്ട് മിക്സ് ആയതാ ഇത്. ഇൻസ്റ്റന്റ് പാലട മിക്സ് ആയത്, പാലടേന്റെ മിക്സ്. പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ സാധനം. മറ്റേ അടയാക്കി അല്ലേ, അട ഉണ്ടാക്കി അത് മുറിച്ച് ആക്കി പിടിച്ചിട്ടെല്ലാം ആക്കലല്ലേ. ഇതിപ്പെന്ന് വെച്ചാൽ വേഗം സംഭവം വരും. ഒരാള് ചുമരാക്കി കൂട്ടിയതാണേ. കൊറേ ഇനി സ്റ്റിക്കർ ഇനിയും കൊണ്ടുവരാനുണ്ട്. എന്നാ ഇത് പരിപാടി? അപ്പൊ ഇതാണ് നമ്മുടെ സദ്യ എന്ന് പറഞ്ഞൂടാ, സദ്യ നീന് പറയില്ലല്ലോ. മട്ടൻ കറി ഉണ്ട്, ഗച്ചമ്മറുണ്ട്, നെയ്ച്ചോറുണ്ട്, അച്ചാറ് പിന്നെ ആരും എടുത്തില്ല. ഇവർക്ക് വേറെ തന്നെ എരിവില്ലാണ്ട് സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട്. എരിവില്ലാത്തതാ കഴിക്കല്. അതെ, എരിവില്ലല്ലോ മേതു. തിന്നോക്കിയ ഇതെടുത്ത് നോക്ക്. അത് കൈമ പിടിച്ച് കടിച്ച് വലിക്ക്. അങ്ങനെ തന്നെ. മണിക്കൂട്ട എരിവുണ്ടോ? മണിക്കൂട്ടനും മേതൂട്ടിക്ക് എരിവില്ലാണ്ട് വേറെ തന്നെ ആക്കിയതാണ്. നമുക്കിനെ കുറച്ച് എരിവ് കൂട്ടി. മണിക്കൂട്ടൻ ചെറിയ എരിവെല്ലാം പെപ്പർ വേണം, കുരുമുളക്. അതാണ് കറി നല്ലത്. കുരുമുളക് നമുക്ക് പ്രത്യേകം ചേർക്കുന്നതാണ്. അതുകൊണ്ട് സംഭവം അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഏതായാലും ഭക്ഷണം കഴിക്കട്ടല്ലേ. ഇതാ നമ്മൾ ഓണസദ്യ കഴിച്ചിട്ട് ഇന്നലെ ഓണെല്ലാം കഴിഞ്ഞ് നല്ല സന്തോഷം. അപ്പൊ തുടങ്ങുമ്പോ എപ്പോഴും മേതു ഹലോ പുതിയ വീഡിയോക്ക് സ്വാഗതം പറയും. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ പിടിക്കുന്നത് ഓണത്തിന്റെ പിറ്റേ ദിവസമാണ് അല്ലേ. അപ്പോൾ ഓണത്തിന്റെ അന്ന് നമ്മൾ കുറച്ച് ക്ലിപ്പെല്ലാം എടുത്തിട്ടുണ്ടായിനി. പിന്നെ എല്ലാവരും തിരക്കായി പോയി. അതെ, പിന്നെ 2-3 ദിവസത്തെ ഓട്ടപ്പാച്ചിലും ആയില്ലേ. പരിപാടിക്ക് പോലും ഡ്രസ്സ് എടുക്കാൻ പോലും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ നമുക്ക് അതിന്റെ ബാക്കി പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്നിപ്പോ പിറ്റേ ദിവസമാണ്. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിനെ, ഒരു ക്ലബിന്റെ വക ഓണാഘോഷ പരിപാടി. ഏടി ഉണ്ടായില്ല ഇപ്രാവശ്യം ഈ നാട്ടിൽ. നമ്മളെ നാട്ടില് ഒന്നും ഏടി ഉണ്ടായിട്ടില്ല, 1-2 സ്ഥലത്തല്ലേ ഉണ്ടായിട്ടു. അപ്പൊ മണിക്കൂറിനും മേതുവെല്ലാം രാവിലെ പോയി. തവളച്ചാട്ടത്തില് ഫസ്റ്റ്, ബലൂൺ ഫൈറ്റിംഗിൽ സെക്കൻഡ്. കണ്ണു തുറന്നാൽ നോക്കൂ കാണാൻ നല്ല. ഇവൾ ആദ്യം അവിടെ പോയിട്ട് ഓള് മടി കളിച്ചു. ഓള് പാടുന്നില്ല. എന്നിട്ടോളെ ആദ്യം സ്റ്റേജുമ്മ കയറിയിട്ടല്ല, സ്റ്റേജൊന്നുമില്ല, സാധാരണ മേക്കിന്റെ മുമ്പ് പോയിട്ട് മേതുവിന് പോളാടെ എത്തലും പാടലും കഴിഞ്ഞിന്. ലാസ്റ്റ് ഇവളെ ഉണ്ടായത്. അപ്പൊ ആടെ എത്തുമ്പോഴത്തേക്കൊക്കെ ഒരു ഓളിക്ക് ഇങ്ങനെ പാടണോണ്ടായിന്. അംഗനവാടി വിഭാഗം തുടങ്ങിയിട്ടത്. പക്ഷെ പാട്ട് കഴിഞ്ഞിന് അംഗനവാടി വിഭാഗത്തിന്റെ. ഇവള് കൊണ്ട് കഴിഞ്ഞിന്. പിന്നെ മിഠായി വർക്കെല്ലാം ഉണ്ടായിന്. അപ്പൊ അങ്ങനെ മിഠായി വർക്കിനാ എന്ത് ഇവളെന്നെ വയറ്റിലിട്ട് അമർത്തി പൊട്ടിച്ചു. ഇതിപ്പോ ഞാൻ പറയാം, കഴിഞ്ഞ വർഷം ഇതേപോലെ ആയിരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവക്ക് അറിയാത്തോണ്ടാന്ന്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇവക്ക് ബലൂണ് കൊടുത്താണ്ട് ഇവള് പൊട്ടിച്ചു. ഇത് ഇക്കൊല്ലം അങ്ങനെ തന്നെ ഇവള് പൊട്ടിച്ചു. അതെന്താ ഇത് അങ്ങനെയെന്ന് അതെ, അതുകൊണ്ടാ പൊട്ടിച്ചേ. മടിയായിട്ട് പോലും. മണിക്കൂട്ടം പറയുന്നത് മൂക്ക് പാട്ട് പാടാൻ മടിയാന്ന്. ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ണു തുറന്നാൽ നോക്കൂ കാണാം കാടും മലയും കുന്നും വയൽ എങ്ങും പച്ച നിറം. കുഞ്ഞൻ പൂവിന് പച്ച നിറം, തവളക്കുഞ്ഞിന് പച്ച നിറം, തത്തപ്പെണ്ണിന് പച്ച നിറം, എങ്ങും എങ്ങും പച്ച നിറം. പച്ചക്കറികൾ വിത്തുമുറിച്ച പച്ച, വലിയ മരം ചെറിയ മരം ഇൽക്കെല്ലാം പച്ച. നോക്കൂ കാണാൻ നല്ല കാഴ്ച, കടമലും കുന്നും വയലും എങ്ങും പച്ച നിറം, എങ്ങും പച്ച നിറം.
അടിപൊളി മേതു ഇതാണ് മണിക്കൂട്ട നീ പറഞ്ഞു ഇതുപോലെ തന്നെ അവള് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ ആടുന്നു. നോക്കിയാ അടിപൊളിയായിട്ട് അവള് പാടി അത്. അപ്പൊ ഒരു കാര്യം പറയാം, ഇനിയിപ്പോ മണിക്കൂറിന് സമ്മാനം മേടിക്കാൻ പോണ്ട സമയായി. സമ്മാനം മേടിക്കുമ്പോൾ അപ്പൊ നമ്മളെ രണ്ടമ്മമാരും അങ്ങോട്ട് പരിപാടിക്ക് പോയിട്ടുണ്ട്. രണ്ടമ്മമാര് 4 മണിക്ക് പോയി. വിഭാഗത്തിന്റെ എല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതെ, ഇനിയിപ്പോ അമ്മമാർക്കെല്ലാം എന്തായെന്ന് അറിയില്ല. അല്ല കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം 6 മണിയെല്ലാം ആയി ഈ സമയം അല്ലേ. രണ്ടമ്മമാര് 4 മണിക്കല്ലോ പോയേ. 4 വയസ്സുമായി എനിക്ക്. 4 മണിക്ക് പോയി, 4 വയസ്സുമായി അല്ലേ. അപ്പൊ ഒരു കാര്യം പറയാം, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. സമ്മാനം മേടിക്കേണ്ട തിരക്കായി. ഇനി സമ്മാനം മേടിക്കേണ്ട ഒരു ആകാംക്ഷ എന്താ കിട്ടല്, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ ഒന്നിനും കൂടിയിട്ടാന്നല്ല, ഞാൻ ഏടിയും പോയിട്ടില്ല. എനിക്ക് കീഴ്ത്ത പണി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് പോവാൻ സമയമില്ല, അതാണ് സത്യം പറഞ്ഞത്. ഇന്നിപ്പം അന്ന് പൂവെല്ലാം ഇട്ടതിന്റെ എല്ലാം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് ഭയങ്കര കച്ചറയുണ്ടായിനി. അപ്പൊ അതിന്റെ അടിച്ചുവാരലും തുടക്കലെല്ലാം ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ പോയി. പിന്നെ ഇവരെ കൂട്ടിയിട്ട് വെയിലത്ത് അധികം നേരം അവിടെ നിൽക്കാനും നമുക്ക് നേരം തിരക്കാണ്. അതുകൊണ്ട് മണിക്കൂട്ടം വേഗം പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് കൊട്ടക്കണക്കിന് സമ്മാനെല്ലാം ആയിട്ട് ഇത് എല്ലാരും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ കാണിച്ചു തരുന്ന മേതൂട്ടിയെ. ഇത് ആർക്കെല്ലാം കിട്ടിയ സമ്മാനം ഇതൊന്ന് പറഞ്ഞേ. ഇതാ ഈ വലിയതായിരിക്കാന്ന് മേതൂന് കിട്ടിയത്. മേതുവിന്റെ സമ്മാനം കാണിച്ചേ. മേതുവിന് അടിപൊളി പാവാച്ചി കിട്ടിയിട്ടുണ്ട്. അടിപൊളി സമ്മാനം. അത് ചപ്പാത്തി എന്നത് മറ്റേ റൊട്ടി ബനാവ് എന്തോ പറഞ്ഞു. ഹിന്ദി നിങ്ങൾക്കല്ലേ അറിയില്ലേ, അത് പറഞ്ഞ റൊട്ടി ബനാവ്. ചപ്പാത്തി വരത്തല് നല്ല ചപ്പാത്തി വരത്തല്. അതിന്റെ ചപ്പാത്തി നോക്കി പരത്തത് മാവ് അങ്ങനെ കാലം കൊണ്ടിട്ട് ചവിട്ടാൻ പാടില്ല. പരത്തുന്നതിനേക്കാളും അപ്പൊ നമ്മുടെ ഇതാണ് മണിക്കൂട്ടന്റെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അമ്മ പറഞ്ഞോ ഓരോരാൾക്ക് കിട്ടിയത്. ഇത് ഈ മണിക്കുട്ടന് കിട്ടിയത് തവളച്ചാട്ടത്തിന് സെക്കൻഡ് പ്രൈസ് അല്ലേ, ഫസ്റ്റ് പ്രൈസ് അല്ലേ തവളച്ചാട്ടത്തിന്. ബലൂണ് പൊട്ടിക്കല്ലേ മോനെ, സെക്കൻഡ്. ഇത് ലീലമ്മക്ക് ഹിമ വെട്ടാതെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നോക്കി ചിമ്മാതെ. അമ്മക്കല്ലേ ലീലമ്മനെ നോക്കി നോക്കി പോയി, ഇങ്ങനെ ചെറുങ്ങനെ ചിമ്മിപ്പോയി. അപ്പൊ ഇമ്മട്ടില്ല അമ്മക്കൊരു സമ്മാനം. ഇത് നമ്മളെ മേതുകുട്ടീന്റെ സമ്മാനാണ്. അടിപൊളി പാവാച്ചി. ഇത് സെക്കൻഡ് കിട്ടിയത്. ഇത് പ്രോത്സാഹന സമ്മാനം. ഒക്കെ ഒരു നല്ല അടിപൊളി വരക്കാൻ വേണ്ടിട്ട് ഒരു ഡ്രോയിങ് ബുക്ക്. അല്ല ഞാനില്ലേ ആദ്യമായിട്ടാണ് അംഗൻവാടി കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സമ്മാനം കാണുന്നത്. മറ്റെല്ലാം ഇതുവരെ എന്റെ കാലത്തും നമ്മൾ ഈ ഓണത്തിന് പരിപാടി കൂടുമ്പോ ഈ ഒരു ഞാൻ കണ്ടെടുത്തോളം ഗ്ലാസ് ഉണ്ടാവില്ല, സ്റ്റീലിന്റെ ഗ്ലാസ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷം ഇങ്ങനത്തെ കിട്ടുമ്പോ തന്നെയാണ്. അതല്ല അംഗൻവാടി കുട്ടികൾക്കെല്ലാം എനക്കൊന്ന് നല്ലൊരു സമ്മാനം തന്നെ. അവർക്ക് കളിക്കാനുമായി, അവർക്കൊരു സന്തോഷമായില്ലേ. ഈ ഗ്ലാസും പ്ലേറ്റ് എല്ലാം കാണുമ്പോ അവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവേണ്ടത്. അതിനിടക്ക് ഒരു കാര്യം എന്റെ പൊന്നു മോനെ ഓന് തലവേദന. ഒന്നാമത് ഇന്ന് വെയില് കൊണ്ടുപോകാൻ ആ കവത്തിന്റെ ശരിക്കും പോയിട്ടില്ല തോന്നുന്നു. അപ്പൊ ഓനൊരു തല കനന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ നല്ല ലൈം ടീ ആക്കി കൊടുത്തിട്ട്. കവം ഉണ്ട്, അത്ര കവം കൃത്യമായിട്ട് പോയിട്ടില്ല. ആവി പിടിക്കണം ഇനി. അല്ലെ മണിക്കൂട്ടൻ അതുകൊണ്ട് ഒരു അതാണ് പ്രശ്നം. കാരണം ഒന്നാമത് വെച്ചാൽ കൊറേ നാളായില്ലേ ഇങ്ങനെ ഓടിക്കളിച്ചിട്ട്, ഇപ്പം ആ വെയിലത്ത് കളിച്ചിട്ട്. അപ്പൊ ഇന്ന് പറഞ്ഞാല് ആ വെയിലത്ത് തന്നെയല്ലേ കളിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഒരു തലവേദന ആവണം. ശരിയാവും, നാളത്തേക്ക് ശരിയാവും. ഒന്ന് ഉറങ്ങി എണീച്ച് നല്ല പരിപാടിക്ക് എനിക്ക് എന്തോ പരിപാടിക്ക് കൂടണമെന്നുണ്ട്. പക്ഷെങ്കില് ഒന്നും അങ്ങനെ കസേര കളിക്കുക അത് ഒന്നുമില്ല. അതൊന്നും ഒന്നുമില്ല. കസേര കളിയില്ല, ഒരു പാട്ടില്ല. അല്ല രണ്ട് ഇഷ്ടാണ്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയാണ്. നല്ലുണ്ട്. പണ്ടത്തെ പോലെയല്ല, എല്ലാ പരിപാടിയും പുതിയതായിട്ടുള്ള കുറെ പരിപാടികളാണ്. പക്ഷെ വരാൻ തോന്നുന്നില്ല, ആ തന്നെ ഇരിക്കണം തോന്നുന്നു. വരാൻ തോന്നുന്നല്ല കുട്ടികളെ പിന്നെ കുട്ടികളെ പരിപാടി കണ്ടിരിക്കാൻ നല്ലതാണ്. നല്ല പരിപാടിയാണ്, നല്ല നല്ല എനിക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും പാട്ടോ ഡാൻസിനോ എന്നാലും നമ്മ കളിക്കണം. ഇപ്പൊ ഈ മ്യൂസിക് അടിക്കുമ്പോ തന്നെ നമുക്ക് ഡാൻസ് കളിച്ചേക്കാൻ തോന്നുന്നു. പ്രായം എഴുതി നോക്കുന്നേ ഇല്ല അന്നേരം.
അമ്മ ഭയങ്കര ത്രില്ലാണ് സമ്മാനം നല്ല നല്ല സമ്മാനം അതേപോലെ ഒട്ടും പനി എല്ലാം ഉണ്ട് നല്ല നല്ല സമ്മാനം നമുക്ക് സന്തോഷമുണ്ട് ഒരാൾക്ക് ഓരോന്ന് വെറൈറ്റി കിട്ടുമ്പോ വലിയ പ്ലേറ്റും വലിയ ബോണി പിന്നെ എഗ് ചപ്പാത്തിയിലും പരത്തി ചൂടാ പാത്രം ഇല്ലേ മൂടി വെച്ചോണ്ട് അത് എന്തെല്ലോ തരം അമ്മക്ക് മറ്റേ എന്തെങ്കിലും ഒന്നും കിട്ടണ്ട ഇപ്രാവശ്യം സമ്മാനം കണ്ടിട്ട് അമ്മക്ക് ആകെ ഇതായിപ്പോയി ശൗന്തള അമ്മക്ക് നമ്മ അധികം മേടിക്കുന്നില്ല കളിയിലും ആ തൊപ്പിയിലെ നമുക്ക് അധികം കിട്ടുന്നതല്ലേ ഇതും കിട്ടുന്ന ഇപ്രാവശ്യം ഒന്നുമില്ല അത് പ്രശ്നമില്ല നമ്മ കഴിഞ്ഞ നമ്മ കസേരയിൽ എടുത്ത് കൊണ്ടിരുന്നതാണ് കഴിഞ്ഞ കസേര കസേര മേടിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ലീലമ്മൊക്കെ കിട്ടിയല്ല ആണുങ്ങളെ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചു അങ്ങനെ ഇക്കൊല്ല തോണവും കഴിഞ്ഞു ഓണാഘോഷ പരിപാടിയും കഴിഞ്ഞല്ലേ ഇനി എവിടെയെങ്കിലും പരിപാടി ഇനി ഉണ്ടോ പരിപാടി എന്താന്ന് പറയാല്ലേ അതിന് ചപ്പാത്തി വെക്കലായോളൂ ഇത് ഈ ചപ്പാത്തിന്റെ ഇത് മാവ് ഉണ്ടോ ഇത് ഞാൻ മറ്റേ പറഞ്ഞല്ലേ നമ്മള് അപ്പൊ ആ മാവ് എടുത്തിട്ട് ഇപ്പോൾ ചപ്പാത്തി ഇനി ഒരു ചപ്പാത്തി ആക്കുവായിരുന്നു ചപ്പാത്തിയാക്കുന്നത്. അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓണവും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. ഒരു സ്പെഷ്യൽ ബൈ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ ബൈ. നല്ല വൃത്തിക്ക് ബൈ ബൈ.